from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. ഭീകരവാദത്തിന്റെ അടിവേരറുക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാണ്. ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാർ രാഷ്ട്രപതിയെ വിവരങ്ങൾ ധരിപ്പിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കമുള്ള ഇന്ത്യയുടെ നടപടികൾക്ക് പാകിസ്ഥാൻ ബദൽ നടപടികൾ പ്രഖ്യാപിച്ചു. സിംല കരാർ അടക്കം ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും മരവിപ്പിച്ചു. സിന്ധുവിലെ ജലം തടഞ്ഞുവെച്ചാൽ അത് യുദ്ധമായി കരുതുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. പ്രകോപനം തുടരുകയാണോ പാകിസ്ഥാൻ? ചർച്ച ചെയ്യുന്നു സൂപ്പർ പ്രൈം ടൈമിൽ. കേണൽ ഡിന്നി, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ PM നാരായണൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ രാജു പി നായർ, കോൺഗ്രസ് നേതാവ് ശ്രീ KVS ഹരിദാസ്, BJP നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം കേണൽ ഡിന്നി, ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഇന്ത്യ ആക്രമണത്തിന് മറുപടി എന്നുള്ള നിലയിൽ ഡിപ്ലോമാറ്റിക് മെഷേഴ്സാണ് ആദ്യം എടുത്തത്. 5 തീരുമാനങ്ങൾ എടുത്തു. അതിൽ ഏറ്റവും സുപ്രധാനമായത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കപ്പുറത്ത് ഇനിയും നടപടികൾ ഉണ്ടാകും, സൈനികമായ മിലിറ്ററി മെഷേഴ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, ഇന്ന് വളരെ വ്യക്തമായിട്ടാണ് പ്രധാനമന്ത്രി മോദി, അതായത് ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലും 2 ഭാഷയിലാണ് സംസാരിച്ചത്. ഭാരതത്തിന്റെ ഉള്ളിലുള്ള ആളുകൾക്കും ഭാരതത്തിന്റെ പുറത്തുള്ള ആളുകൾക്കും വേണ്ടിയുള്ള ഒരു മെസ്സേജാണ്. അതായത് മെനിഞ്ഞാന്ന് നടന്ന ആ ഒരു സംഭവം അത് ഭാരതത്തിലെ ഒക്കെ ഉള്ളൊരു അറ്റാക്ക് ആണെന്നാണ് നമ്മളെല്ലാവരും രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഭാരതത്തിന്റെ ആത്മാവിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം അത് വെറും ഒരു കശ്മീരികളെയോ അല്ലെങ്കിൽ കശ്മീരികളെ ഇല്ലാതാക്കാനും അവിടുത്തെ കശ്മീരിനെ ഇല്ലാതാക്കാൻ മാത്രമല്ല, ഭാരതത്തിന്റെ ഉള്ളിൽ മതങ്ങൾ തമ്മിലുള്ള ഒരു അടി നടക്കണം എന്നുള്ള ഒരു നീചമായിട്ടുള്ള ഒരു ഉദ്ദേശം കൂടെ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ പല കാരണങ്ങൾ വെച്ച് അത് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിലുള്ള ഒരു മറുപടി, അതിന് അനുയോജ്യമായിട്ടുള്ള മറുപടി, അതിന് അർഹിക്കുന്ന മറുപടി തന്നെ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിനകത്ത്. ഇന്നലെ നമ്മൾ കണ്ടതും ഇന്ന് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് വെറും ഒരു സൈനിക നടപടിയോ അല്ലെങ്കിൽ വെറും ഒരു നയതന്ത്ര ലെവലിലുള്ള നടപടി മാത്രമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതം എന്നുള്ള രാഷ്ട്രത്തിന്റെ കോംപ്രിഹെൻസീവ് നാഷണൽ പവർ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച്, എല്ലാ രീതിയിലുള്ള ശക്തി ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിനൊരു തിരിച്ചടി നൽകുക. കാരണം ഇത് വെറും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു വൺ ഓഫ് ടെററിസ്റ്റ് അറ്റാക്ക് അല്ല. ഇത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിട്ടുള്ള, പ്രത്യേക ഉദ്ദേശത്തോടെ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മൈറ്റ് വെച്ച് തന്നെ ചെയ്യും. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇന്നലെ ഈ സിന്ധു നദീ കരാർ സസ്പെൻഡ് അല്ലെങ്കിൽ അബയൻസിലേക്ക് മാറ്റിയതും. ആൻഡ് ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരു സൈനിക നടപടിയും കാണും. അതുകൂടാതെ മറ്റ് പല നടപടികളും നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇന്നത്തെ ആ ഒരു അദ്ദേഹത്തിന്റെ സ്പീച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇവിടെ ശ്രീ PM നാരായണൻ, കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയ്ക്ക് 3 യുദ്ധങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടപ്പോൾ പോലും റദ്ദാക്കാതിരുന്ന കരാറാണ് സിന്ധു നദീജല കരാർ. 1960 ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും കൂടി ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ. അത് ഇന്ത്യ മരവിപ്പിക്കുന്നു എന്നുള്ളത് വലിയ ഒരു മെസ്സേജാണ്. അതേസമയം ഇന്ന് സിംല കരാർ അടക്കം റദ്ദാക്കുകയാണ് ഞങ്ങൾ, അത് മരവിപ്പിക്കുകയാണ് ഞങ്ങൾ എന്ന് പാകിസ്ഥാനും പ്രഖ്യാപിക്കുന്നു. ഈ ലൈൻ ഓഫ് കൺട്രോൾ പോലും സിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അഭൂതപൂർവമായ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് അടുത്ത ഒരു ഡയറക്ഷനിലേക്ക്, ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിലേക്ക് പോകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്.
ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം 2001 പാർലമെൻറ്റ് അറ്റാക്കോ അല്ലെങ്കിൽ 2008 മുംബൈ അറ്റാക്കിനോ ശേഷം ഇന്ത്യ ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും ഒരു ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോഴും അതേ തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത്. അതായത് ഈ പുൽവാമയിൽ വന്ന് അറ്റാക്ക് ചെയ്ത, പഹൽവായിൽ വന്ന് അറ്റാക്ക് ചെയ്ത ആളുകൾ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെന്നും മറ്റുള്ള പഴയ ജൽപ്പനങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ നടന്ന് തീർത്ത ദൂരം പാകിസ്ഥാന് മനസ്സിലായിട്ടില്ല. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ സിന്ധു നദീജല ഷെയറിങ്, ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൂവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം കഴിഞ്ഞ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പം കാശ്മീരിലെ ആർട്ടിക്കിൾ 370 വിഡ്രോ ചെയ്യുന്നതിനോട് സമാനമായിട്ടുള്ള ഒരു തരത്തിലുള്ള നിലപാട് മാറ്റമാണ് നമ്മൾക്കിവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, നിലപാടിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഡിപ്ലോമാറ്റിക് ലെവലിലാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ ഇതിനെ ഒരു മിലിറ്ററി ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അധികം സമയം വേണ്ടി വരുന്നില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പിറ്റേ ദിവസം പോയി ബോംബിടുകയോ ഒന്നും ചെയ്യുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 9/11 സംഭവിച്ച സമയത്തും അമേരിക്കയിൽ അത് സെപ്റ്റംബറിലുണ്ടായ ഒക്ടോബറിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡിഫൻസ് ഓപ്പറേഷന് അമേരിക്ക പോലും മുതിർത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒക്ടോബർ 7 ഇസ്രായേലിലും നമ്മൾ കണ്ടത്. അപ്പം ഒരു രാജ്യം ഒരു ഡിഫൻസ് ആയിട്ടുള്ള പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിന് വേറെ ചില പാരാമീറ്റേഴ്സും കൂടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇപ്പോൾ ആ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളൊരു 5 മണിക്ക് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, ഇപ്പം ഇന്ത്യയിലെ ഡൽഹിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ എംബസികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരല്ല, മെയിൻ G20 രാജ്യങ്ങളിലുള്ള അംബാസിഡേഴ്സിനെ എല്ലാം വിളിച്ച് കണ്ടിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആദ്യ ഒരു ലെവൽ. അത് തന്നെയാണ് ഇപ്പം ഇന്ന് ബീഹാറിൽ പോയി പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ ഹിന്ദിയിൽ നിന്നും സ്വിച്ച് ചെയ്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പ്രേരണയും ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇവിടെ KVS ഹരിദാസ്, സമീപകാലത്തെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങളിൽ ഉറി സംഭവിച്ചപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി, തിരിച്ച് പുൽവാമ സംഭവിച്ചപ്പോൾ ബലാക്കോട്ടിൽ വ്യോമാക്രമണം ഉണ്ടായി. ഒരു തരത്തിൽ ലിമിറ്റഡ് വാർ ടാക്ടിക്സ് ആണ്. ഇവിടെ കുറെ കൂടി ഗൗരവ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. വളരെ കൃത്യമായി രാജ്യത്തെ തന്നെ അസ്വസ്ഥമാക്കുക എന്നത് ലക്ഷ്യം വെച്ച് ടാർഗറ്റഡ് ആയിട്ടുള്ള കില്ലിങ്സ്, അതും ടൂറിസ്റ്റുകൾക്ക് നേരെ കാശ്മീരിൽ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ മുമ്പ് സ്വീകരിച്ച നടപടികളായിരിക്കില്ല ഇത്തവണ സ്വീകരിക്കുക എന്ന് നമുക്ക് സാമാന്യമായും വിചാരിക്കാം. പാഠം പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ മിലിറ്ററി ഓപ്ഷൻസ് അടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുവെന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? അഭിലാഷ്, സ്വാഭാവികമായിട്ടും ഇത്ര കാലം ഇന്ത്യ ക്ഷമയോടെ കാത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1-2 തവണയല്ല, എത്രയോ വട്ടം നമുക്ക് ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി അവർ നന്നാവും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്നു. ചില സൂചകങ്ങൾ നമ്മൾ കൊടുത്തു പലപ്പോഴും. ഇപ്പോൾ ഞാൻ എൻ്റെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചത് തന്നെ ഒരു സൂപ്പർ സർജിക്കൽ സ്ട്രൈക്കാണ്. പാകിസ്ഥാൻ അവിടെ വരളാൻ പോവുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ സിന്ധു നദി ഉള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ 1960 കാലഘട്ടത്തിൽ തന്നെ ഈ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ഇറിഗേറ്റഡ് ലാൻഡിലെ ഒരു 80% വെള്ളം കൊടുത്തിരുന്നത് ഇവിടെ നിന്നുള്ള വെള്ളമാണ്. അതാണ് നിൽക്കാൻ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാനാവില്ല. ഇപ്പോൾ അവർ സിംല കരാർ റദ്ദാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. സിംല കരാർ കൊണ്ട് ഇന്ത്യക്കോ പാകിസ്ഥാനോ അത് ഏതെങ്കിലും തരത്തിൽ ബാധകമായിട്ടുണ്ടോ? അതിർത്തി നിർണ്ണയിക്കാൻ അത് വഴിയൊരുക്കി എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഒരു 100 വട്ടം ഇതിനൊക്കെ തന്നെ സിംല കരാർ പാകിസ്ഥാൻ ലംഘിച്ചിട്ടില്ലേ? അതിർത്തിയിൽ സംഘർഷമുണ്ടാവില്ല, അതിർത്തി കടന്നുള്ള സംഘർഷമുണ്ടാവില്ല എന്നൊക്കെയുള്ള വളരെ ഭംഗിയുള്ള വാക്കുകളാണ് അതിലുള്ളത്. അതൊക്കെ അവരെത്രയോ തവണ ലംഘിച്ചിരിക്കുന്നു. നമ്മൾ അതൊക്കെ ലംഘിച്ചെങ്കിലും നമ്മൾ അതിന് വലിയ ചെവി കൊടുത്തിരുന്നില്ല. ആ കരാർ ലംഘിച്ചാലും ഇന്ത്യയെ കാര്യമായിട്ട് എന്തെങ്കിലും ബാധിക്കും എന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതൊരു പാകിസ്ഥാൻ
സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കുന്നു എന്നതാണ് പ്രധാനം. വളരെ വളരെ വലുതാണ്. പക്ഷേ അതിന്റെ ഒരു പ്രായോഗിക തലം കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. നിലവിൽ ഇപ്പോ സിന്ധു നദിയിലോ മറ്റ് 2 നദികളിലോ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വാട്ടർ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ള ഒരു മാർഗവുമില്ല. നമ്മൾ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ വെള്ളം ഒഴുകാതിരിക്കില്ലല്ലോ. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ല. ഇപ്പോൾ ഈ ജലം ഡൈവേർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ജലം തടയാനോ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴില്ല. അതിന് സമയമെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇഫക്റ്റ് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഈ നദിയുടെ ഡൗൺ സ്ട്രീമിൽ ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം കൂടി അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ് അവർക്ക്, വ്യക്തമായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ നിലയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. പണ്ട് യൂറിയ ആക്രമണം കഴിഞ്ഞ സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞ 2 വാക്കുകളുണ്ട്, രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന്. ആ മെസ്സേജ് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് നമ്മുടെ ചില ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ മോഡി ഗവൺമെൻറ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പെട്ടെന്ന് തിരിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. ഒരു ഡാമും ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ നമുക്ക് തടഞ്ഞു കെട്ടാൻ കഴിയുന്ന കുറേ പ്രദേശങ്ങളുണ്ട്, കുറേ സൗകര്യങ്ങളുണ്ട്. മുഴുവൻ വെള്ളവും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ അതിനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അത് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയും. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ 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 പരിക്കേൽക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. രണ്ടാമത്തേത്, യുദ്ധത്തിൻ്റെ വക്കിലേക്കാണോ നമ്മൾ പോകുന്നത്? കേണൽ ഡീനി സൂചിപ്പിച്ചത് ശരിയാണ്. നമ്മളുടെ മുമ്പിൽ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയൊന്നും ഉണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ബീഹാറിലെ പ്രസംഗം കൂടി കേട്ട് കഴിയുമ്പോൾ പൊതുവെ ഉണ്ടായിട്ടുള്ള ധാരണ വി ആർ പ്രിപ്പയർഡ് ഫോർ എനിത്തിങ് എന്ന് തന്നെയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. തിരക്ക് പിടിക്കേണ്ട സമയമായിട്ടില്ല അതിന്. യെസ്, ശ്രീ രാജു പി നായർ, 5 നടപടികളാണ് ഇന്ത്യ സർക്കാർ പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കുക എന്നുള്ളതാണ്. ഒപ്പം ഹൈക്കമ്മീഷനിലെ സ്റ്റാഫിനെ കുറയ്ക്കുന്നു. ഈ സർവീസ് അഡ്വൈസർമാരെ 2 ഭാഗത്തു നിന്നും ഈ ഹൈക്കമ്മീഷനിൽ നിന്ന് പിൻവലിക്കുന്നു. വിസ കൊടുക്കുന്നത് നിർത്തുന്നു. അട്ടാരി ബോർഡർ അടയ്ക്കുന്നു. അങ്ങനെ സാധ്യമായ എല്ലാ ഡിപ്ലോമാറ്റിക് മെഷേഴ്സും എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കുന്നത് വലിയ പ്രതിഫലനം ഉണ്ടാക്കും, യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് യുദ്ധപ്രഖ്യാപനമായി കരുതും എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ ആ പ്രഖ്യാപനത്തിന്റെ ഇമ്പാക്റ്റ് അവിടെ തന്നെ അണ്ടർലൈൻ ചെയ്യപ്പെടുകയാണ്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം രാജ്യം ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടിക്ക്? അല്ല, ഞങ്ങളിപ്പോൾ എന്തായാലും അതിനകത്തൊരു മുൻവിധിയോട് കൂടിയൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതിനകത്ത് ഒട്ടേറെ ചോദ്യങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ 2ാം ഘട്ടത്തിലേക്ക് വരാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഇന്നത്തെ CWC റെസൊല്യൂഷനും തുടർച്ചയായിട്ട് ഈ ആക്രമണം ഉണ്ടായപ്പോൾ മുതൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടും ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കാത്ത രീതിയിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ച് അത് പ്രഖ്യാപിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്നതെല്ലാം ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള, നമ്മളതിനെ അംഗീകരിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു. ഡിപ്ലോമാറ്റിക് ലെവൽ മാത്രം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾക്ക് മുന്നിൽ പുൽവാമ ഉണ്ടായിരുന്നു. ആ പുൽവാമയിൽ നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ച് രാജ്യത്തിന് ഇന്നും വ്യക്തതയില്ല. എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. നമ്മൾ തിരിച്ചടിച്ചു എന്ന് പറയുന്നു. ആ തിരിച്ചടിച്ച് പറയുന്നതിലും നമുക്ക് വ്യക്തതയൊന്നുമില്ല. പക്ഷേ ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുന്ന രീതിയിൽ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ബോധ്യപ്പെടുന്ന രീതിയിൽ കൃത്യമായ നടപടികൾ ഇതിനകത്ത് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് ലോകത്ത് ഉള്ള ഈ എന്താ പറയുക, ഒരു ഭീകരവാദത്തിനെതിരായിട്ട് നിലനിൽക്കുന്ന ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് പാകിസ്ഥാനെതിരെ കൃത്യമായ നടപടികൾ നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ടാകും. ആ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്ക് ആഭ്യന്തരമായി നമ്മൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തലേക്ക് പോകണമല്ലോ. നമ്മൾ ജിങ്കോയിസം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രധാനമന്ത്രി എവിടെയെങ്കിലും നിന്ന് വലിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്ലീഷേ ഡയലോഗുകൾ പറഞ്ഞതുകൊണ്ട് എത്രമാത്രം ഇതിന് പരിഹാരം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ പാളിച്ച ഉണ്ടായി എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഒന്നാണ്. കാരണം ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ആർമിയുടെയോ അല്ലെങ്കിൽ സുരക്ഷാ ഭടന്മാരുടെ സേനയുടെയോ ഒരു സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവിടുത്തെ ഈ ഇതിനകത്ത് എന്താ പറയുക, ഈ ആക്രമണത്തിൽ
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ആക്രമണത്തിൽ വിധേയരായവരുടെ ദൃക്സാക്ഷികൾ മുതൽ പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് തന്നെയാണല്ലോ. ഈ വെടികൊണ്ടവർക്ക് അവർക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡുകൾ ഉൾപ്പെടെയുള്ളവരാണ് മുന്നിൽ നിന്നത്. അവിടെ സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി. നമ്മൾ പുൽവാമയുടെ സമയത്തും ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ ആ സുരക്ഷാ വീഴ്ചയ്ക്ക് എന്ത് നടപടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതില്ല. ഇപ്പോ 2012 മുതൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച എന്ന ആരോപണം ഉന്നയിക്കാൻ മാത്രമുണ്ട്. ഒന്ന്, ഇതൊരു ടൂറിസം സ്പോട്ടാണ്, ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലെയേർഡ് സെക്യൂരിറ്റി സംവിധാനമില്ല. ആളുകൾക്ക് ഈ തോക്കുകളുടെ പിറകിൽ നിന്ന് ടൂറിസം ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. ഈ കപ്പിൾ ഹണിമൂണിന് പോകുന്ന ആളുകൾ ഇത്രയും വലിയ ഈ മിലിറ്ററികളുടെ ഇടയിൽ കൂടി പോവുക എന്ന് പറയുന്നത് സാധ്യമാവുന്നതല്ലല്ലോ. അവിടെ പോകുന്ന ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനം പരമ്പരാഗതമായി തന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഇല്ലാത്ത ഒരിടമാണ് എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ നോക്കൂ, ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി അപ്പാരറ്റ്സ് ഉള്ള ഇസ്രായേലിനകത്ത് കയറിയല്ലേ ഒക്ടോബർ 7-ന് 1000-ലധികം ആളുകളെ തീവ്രവാദികൾ കൊന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നടക്കുന്ന സംഭവങ്ങളിൽ സുരക്ഷാ വീഴ്ച ആരോപിക്കാൻ മാത്രം ഉണ്ടോ? അല്ലല്ല, ഇപ്പൊ ഞാൻ പറയുന്നത് ഇസ്രായേലിലെ വിഷയമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുന്നതല്ല. ഇത് ആയുധധാരികളായിട്ടുള്ള 6-7 പേർ, അവർ മിലിറ്ററി യൂണിഫോമിൽ പോലും അല്ലായിരുന്നു. മിലിറ്ററി യൂണിഫോമിൽ പോലും ഇല്ലാത്ത ആൾക്കാർ ഒരു തോക്കുമായിട്ട് ഇത്തരത്തിലൊരു പ്രദേശത്ത് കടന്നു ചെന്നാൽ അതിനകത്ത് നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തിയാൽ വലിയ സുരക്ഷാ ചോദ്യങ്ങൾ അത് അഭിലാഷ് തന്നെ ഉയർത്തിയാണ്. അത്രമാത്രം ഇപ്പം നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 370 ശേഷം ഇന്ത്യ അല്ലെങ്കിൽ BJP പറയാൻ ശ്രമിക്കുന്നത് അത് സമാധാനത്തിൻ്റെ നാടാണ്. സമാധാനത്തിൻ്റെ നാട് എന്ന് പറയുമ്പോൾ തന്നെ മുഴുവൻ സ്ഥലങ്ങളിലും സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ. അവിടെ ഇപ്പോൾ കഴിഞ്ഞ 2012 മുതൽ 2014 വരെ UPA ഗവൺമെൻറ്റിനെ ആഭ്യന്തര സുരക്ഷയുടെയും അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ടെററിസത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ച ഒരാളായിരുന്നു മേജർ ജനറൽ GD പക്ഷി, ഇല്ലേ? നമുക്ക് ഓർമ്മയുണ്ട് അർണബ് ഗോസ്വാമിയുടെയൊക്കെ ചർച്ചകളിലിരുന്നുകൊണ്ട് ഇതിനേക്കാൾ വൈകാരികമായി അദ്ദേഹം അന്ന് UPA ഗവൺമെന്റിന്റെ നേതൃത്വത്തെ വിമർശിച്ചിട്ടുണ്ട്. ആ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മുറവിളി ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ ചെയ്ത ഒരു GD പക്ഷിക്ക് തന്നെ ഇന്ന് അവിടെ പറയേണ്ടി വരും. നോക്കൂ, ഇത് നമ്മൾ പറയുന്ന ഈ സെക്യൂരിറ്റിക്ക് അപ്പുറം ഭരണപരമായ കാര്യങ്ങൾ വീഴ്ച ഉണ്ടായില്ലേ? അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഒരു സെക്ടർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്ലാറ്റൂണിനെ, ഒരു റെജിമെന്റിനെ 2 സെക്ടർ ഏൽപ്പിക്കുകയാണ്. അവിടെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് പോകുന്നു. അവിടെ 1,80,000 സൈനികരെ വെട്ടിക്കുറച്ചിരിക്കുന്നു. എന്തിന്റെ പേരിലാണ്? ചെലവ് ചുരുക്കലിന്റെ പേരിൽ. അങ്ങനെ ചെലവ് ചുരുക്കൽ സൈന്യത്തെ വെട്ടിച്ചുരുക്കുമ്പോൾ റാഫേൽ ഉൾപ്പെടെയുള്ള മറ്റ് വിമാനങ്ങളുടെ കരാറുകൾക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ലല്ലോ. അപ്പൊ വലിയ രീതിയിൽ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പുൽവാമയുടെ ഭാഗത്ത് കണ്ടു. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ദേശസുരക്ഷക്കെതിരെ അല്ലെങ്കിൽ ശരി, ഞാൻ അതിന്റെ ഒരു പ്രതികരണം ശ്രീ KVS തരേണ്ടത്. ശ്രീ KVS, ഇതിപ്പോ രാജു P. നായരുടെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. നമ്മൾ ഇന്നലെ കണ്ട ഒരു രംഗം, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നോ എന്ന് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ജമ്മു കാശ്മീർ പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് സെക്യൂരിറ്റി കവർ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, എല്ലാം സെക്യൂർ ആണ് എന്ന് കരുതി വന്ന ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു എന്ന വിഷമം അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടു. ഒന്നാമത്തെ കാര്യം. 2, പലപ്പോഴും നിങ്ങളെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കാറുള്ള GD പക്ഷി, അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വരുന്ന ലാപ്സസ്, റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ ആർമി റിക്രൂട്ട്മെന്റ് കുറയുന്നത്, അങ്ങനെ ഇത് വലിയ തോതിൽ നമ്മൾ ഇതിനൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് കാശ്മീരിൽ നോർമൽസി വന്നു, ഇനി ഒരു കുഴപ്പമില്ല, ഇവിടെ ഇനി ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ഡീൽ ചെയ്തതിന്റെ ഒക്കെ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പലരും. ഞാൻ അതിൽ ഓരോന്നോരോന്നായിട്ട് വരാം. എനിക്ക് പറയാനുള്ള സമയം തന്നാൽ മതി അഭിലാഷ്. ഈ അവിടെ മരിച്ച നമ്മുടെ ഇന്ത്യക്കാരുടെ മൃതദേഹം മുഴുവൻ സംസ്കരിച്ചു കഴിഞ്ഞിട്ടില്ല. ദുഃഖം പേറിക്കൊണ്ട് നിൽക്കുന്ന അനവധി കുടുംബങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. അതിനു മുമ്പ് ഇത്തരം ഒരു രാഷ്ട്രീയ വിമർശനവുമായിട്ട് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ വരാൻ കഴിയുള്ളൂ. അവർക്കതിനുള്ള അവകാശം ഉണ്ടായിരിക്കും, രാഷ്ട്രീയമായ അവകാശം ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ കാശ്മീരിലെന്നല്ല, ഇത്തരം സംഭവങ്ങൾ എവിടെ ഉണ്ടായാലും സുരക്ഷാപരമായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ അതിനുള്ള സംവിധാനം രാജ്യത്തുണ്ട്.
ഒരാളെയും ഈ ഗവൺമെൻറ് സംരക്ഷിക്കാൻ പോകുന്നില്ല. അതിന് പോരായ്മകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു മെക്കാനിസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ട്, നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസിനുണ്ട്, നമ്മുടെ സുരക്ഷാ സേനകൾക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. ദേ വിൽ ഡു ഇറ്റ്. അവരതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള വാദഗതി ഉന്നയിക്കുന്നത് തികച്ചും ബാലിശമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, രാജ്യദ്രോഹത്തിന് തുല്യമായിട്ട് പോലും വീക്ഷിക്കപ്പെടും. ഞാൻ അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം ഉന്നയിക്കാനുണ്ട് എനിക്ക്. ഇത് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണ്. അവരുടെ കാലത്താണ് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായത്. അന്ന് രാത്രി ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയോ റിസോർട്ടിൽ പോയി രാത്രി എന്താ ചെയ്തിരുന്നെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. ബോംബെയിലെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ദിഗ്വിജയ് സിംഗ് വന്നിട്ട് പറഞ്ഞത് എന്താ? പാകിസ്ഥാനിലെ ഭീകരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹിന്ദു ടെററാണെന്ന് ആരോപിച്ചതാരാ? ദിഗ്വിജയ് സിംഗ് അല്ലേ? ഇന്നും ആ ദിഗ്വിജയ് സിംഗ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നേതാവല്ലേ? മൂന്നാമത്തെ ഒരു കാര്യം, അത് ഹിന്ദു ടെററാണ്. പിന്നെ സിയാച്ചിൻ അതിനുശേഷമാണ് ഇത്തരം വലിയ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷമാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേർന്നിട്ട് സിയാച്ചിൻ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്, ചൈനയുടെ പ്രേരണയ്ക്ക് പുറത്ത്. അതെങ്ങനെയാണ് ആ തീരുമാനം ഇല്ലാതായത് എന്നുള്ളത് പബ്ലിക് ഡൊമൈനിലുണ്ട്. നാലാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബോംബെ ഭീകരാക്രമണത്തിന് ശേഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടി നമ്മുടെ AK ആന്റണിയും മൻമോഹൻ സിംഗും ഒക്കെ ഉണ്ട്. അവരെന്താ അന്ന് അവരുടെ സൈനിക മേധാവികൾ എന്താ പറഞ്ഞ്? ഇതിന് തിരിച്ചടി കൊടുക്കണം, ഇത് ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്, ഇതിന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസ്സുകാരെന്താ ചെയ്തത്? മിണ്ടാതെ ഉറക്കം തൂങ്ങി നമ്മൾ പ്രതികരണത്തിന് പോകേണ്ടതില്ല എന്നൊരു നിലപാടെടുക്കുകയല്ലേ ചെയ്തത്. അന്നും ഇവരെ സ്വാധീനിച്ചത് പാകിസ്ഥാന്റെ ജന്മിയായിട്ടുള്ള ചൈനയാണ്. കാരണം ചൈനയുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടാണ് ഇവർ ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അത്രയ്ക്ക് തരം താണ രാഷ്ട്രീയമാണ് കോൺഗ്രസ്സുകാർ ഇവിടെ പിന്തുടരുന്നത്. അതിൻ്റെ പുതിയ അവതാരമാണ് ഇപ്പോൾ. ഞങ്ങളൊരു കാര്യം കൂടി ആവർത്തിക്കാം, ഏത് സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിലും അത് അന്വേഷിക്കും. കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോൾ വീഴ്ച ഉണ്ടായെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങൾ സുബ്രഹ്മണ്യം കമ്മിറ്റിയെ വെച്ചു, വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ്. അതിനുശേഷം വന്ന റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഓരോരോ പ്രശ്നവും നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോരോ വിഷയത്തിലും അതിൻ്റെ ഇമ്പാക്റ്റും ഉണ്ട്. കോൺഗ്രസ്സുകാരെയും UPA ഭരിക്കുന്ന കാലത്താണ് സൈനികന്റെ തല വെട്ടിക്കൊണ്ട് പോയി. ഇവരനങ്ങിയോ? ശരി, ഇവര് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഡൽഹിയിൽ? ഞങ്ങൾ അങ്ങനെയല്ല. പുൽവാമ ഉണ്ടായപ്പോൾ, ഉറി ഉണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംസ്കാരമാണ്, ഭാരതത്തിന്റെ സംസ്കാരമാണ്. അത് കോൺഗ്രസ്സുകാർക്ക് ഇന്നില്ലാതെ പോയി. അതാണ് പ്രശ്നം. ശരി, രാജു പി നായർ മറുപടി. അഭിലാഷേ, ഒന്ന് ഇത് ഉന്നയിച്ച ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും ഇന്നും ഇതിനെ സംബന്ധിച്ച് എപ്പോഴാണ് വിമർശനം ഉന്നയിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിമർശിക്കേണ്ട സമയമായി എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് സമയത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആദ്യം പോയി രാജീവ് ചന്ദ്രശേഖരോട് പറയുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, UPA ഗവൺമെന്റ് കാലത്ത് മുംബൈ ആക്രമണം ഉണ്ടായി. ആ മുംബൈ ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെ ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നല്ലോ. അങ്ങ് UPA ഗവൺമെന്റ് കാലത്ത് മുംബൈ ആക്രമണം ഉണ്ടായി. മുംബൈ ആക്രമണം ഉണ്ടായിരുന്ന അജ്മൽ കസബിനെ ഉൾപ്പെടെ തൂക്കിക്കൊന്നൊരു ഗവൺമെന്റാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്. എന്ന് മാത്രമല്ല അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെയുള്ള ഡോസിയർ ഉണ്ടാക്കി അന്താരാഷ്ട്ര സമൂഹത്തെ പാകിസ്ഥാന്റെ അതിനകത്തുള്ള പങ്കാളിത്തം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഡേവിഡ് ഹെഡ്മാൻ കോളനി, അതുപോലെ തന്നെ തഹാവൂർ റാണെ ഉൾപ്പെടെ നമുക്ക് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. അതെല്ലാം ചെയ്തതിനു ശേഷമാണ് UPA ഗവൺമെന്റ് പോകുന്നത്. 9 വർഷം എടുത്തില്ലേ ആ തഹാവൂർ റാണെ വിട്ടുകിട്ടാൻ പോലും? അതുപോലും പരാജയപ്പെട്ടില്ലേ? ഒന്ന്. രണ്ട്, പുൽവാമ ആക്രമണം ഉണ്ടായി. പുൽവാമ ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായല്ലോ. ആ സുരക്ഷാ വീഴ്ച ഉണ്ടായ ആക്രമണത്തിന് എന്ത് നടപടിയെടുത്തു? നമുക്ക് എന്ത് ബോധ്യം വന്നിട്ടുണ്ട്? ആര് അതിനകത്ത് ഉത്തരവാദിത്വം എടുത്തു? രാഷ്ട്രീയ ഉത്തരവാദിത്വം മാറ്റിവെക്ക്. അതൊന്നും നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല.
പക്ഷെ ഇതിനകത്ത് പോലും എന്തുണ്ടായി? ഒരു SP അല്ലേ ഇതിനകത്തുള്ള കുറ്റവാളികളെ പോലും വീട്ടിൽ താമസിപ്പിച്ചത്? അദ്ദേഹം പോലും ഈ BJPയുടെ പല കേസുകളിൽ പിന്നീട് വന്നു പെട്ടിട്ടുണ്ടല്ലോ. ആ പുൽവാമ ആക്രമണത്തിൽ സർക്കാരിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് ഇപ്പോഴും BJPയിലുള്ള നമ്മുടെ സത്യേന്ദ്രപാൽ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വിമർശിക്കുന്ന കാര്യം, ബോംബെ ആക്രമണം നടക്കുമ്പോൾ താജ് ഹോട്ടലിന് മുമ്പ് നിന്നുകൊണ്ട് രാഷ്ട്രീയ ആരോപണം നടത്തിയ ആളാണ് ഈ നരേന്ദ്രമോദി, ഇല്ലേ? നിങ്ങളൊന്നും ഞങ്ങളെ സമയമൊന്നും പഠിപ്പിക്കരുത്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കച്ചിൽ നിന്നുകൊണ്ട് കിലോമീറ്ററുകൾ അപ്പുറം നിന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ എടുത്തുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിച്ച ജനാധിപത്യ വിരുദ്ധൻ, ദേശവിരുദ്ധനാണ് നരേന്ദ്രമോദി. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഞങ്ങളെ രാജ്യസ്നേഹമൊന്നും പഠിപ്പിക്കാൻ വരരുത്. നിങ്ങൾ ഉറിയും പത്താൻകോട്ടും ഇന്ത്യയുടെ ആർമി ബേസിനകത്ത് പാകിസ്ഥാൻ കയറി ആക്രമിച്ച ചരിത്രം മുൻപുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ 2 പ്രാവശ്യം നമ്മുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത്? ഉറിയും പാകിസ്ഥാനും പത്താൻകോട്ടും ആക്രമണം നടന്നിട്ട് എന്ത് തിരിച്ചടി കൊടുത്തു? പാകിസ്ഥാന്റെ ISIക്ക് അന്വേഷണം നടത്താൻ നമ്മുടെ ആർമി ബേസ് തുറന്നിട്ട് കൊടുത്തവരാണിവർ. അത്രമാത്രം മണ്ടത്തരം കാണിച്ചവരാണിവർ, ഇല്ലേ? പുൽവാമ ഉണ്ടായി, ആരെ ആക്രമിച്ചു? ഈ ലോകത്തിന് ഒരാൾക്ക് പോലും ഇന്ന് വരെ അവിടെ ഒരു പൈൻമരം കത്തിപ്പോയതുപോലെ സംബന്ധിച്ചറിയില്ല. ഈ രാജ്യത്ത് ലോകത്ത് അങ്ങനെയൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടോണ്ട് ദേശസുരക്ഷയെ നിങ്ങൾ മറച്ചു വെക്കുക. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളോട് ചോദ്യം ചോദിക്കും. ഞങ്ങൾ 26 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആ 26 മനുഷ്യർ കൊല്ലപ്പെട്ടിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലേ? നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് സൈന്യത്തെ കുറച്ചു എന്നുള്ള ചോദ്യത്തിന് പോലും മറുപടി പറയാൻ തയ്യാറാണോ? രാഷ്ട്രീയമായിട്ട് ഇതിനു മുമ്പ് UPA വഹിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചല്ലോ. അവരുടെ രാജി നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് അമിത്ഷാ രാജിവെക്കാൻ തയ്യാറാണോ? അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലല്ലേ? കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ? നിങ്ങൾ പിന്നെ ആരോടാ ഇനിയിപ്പോ ചോദിക്കുന്നത്? ആദ്യം അതിനുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കണം. ഞങ്ങൾ ആ രാഷ്ട്രീയ മര്യാദ കാണിച്ചു നിന്നവരാണ്. ഞങ്ങൾ ഇന്നാണ് അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ആ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ഞങ്ങളെ ദേശദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ സ്ഥിരം പരിപാടി എടുത്തുകൊണ്ട് വന്നാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ദേശദ്രോഹികൾ, ആരാണ് പാകിസ്ഥാനൊപ്പം കൂടിയത്. ആ UPA ഗവൺമെന്റ് സമയത്തുണ്ടായിരുന്ന ആക്രമണത്തെ പാകിസ്ഥാനെതിരെ മാറ്റിവെച്ചെടുത്ത് പോയി ക്രിസ്മസ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത് ആരാ? ഞങ്ങളാണോ? നരേന്ദ്രമോദിയല്ലേ പോയി കേക്ക് കെട്ട് ആഘോഷിച്ചത്, ഇല്ലേ? കേക്ക് മുറിച്ച് ആഘോഷിച്ചില്ലേ? ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തി ചൈനയിൽ പോയി ഊഞ്ഞാലാടി, ചൈനയിൽ പ്രസിഡന്റ് കൊണ്ട് ഊഞ്ഞാലാടി ആരാ? നമ്മുടെ കിലോമീറ്ററുകൾ കയ്യേറി നിൽക്കുമ്പോ, ഇല്ലേ? എന്നിട്ട് ചൈനയ്ക്കെതിരെ പോലും നടപടിയെടുക്കാൻ കഴിയാതെ നമ്മൾ അവരുടെ മുന്നിൽ ചെറുതാണ്, അത് വലിയൊരു രാജ്യമാണ്, അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുകയാണ്. ഏത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അത്യാവശ്യമാണ്, അതിനുശേഷം ചർച്ച തുടരാം. ഇത് പക്ഷേ കേവല രാഷ്ട്രീയ ആരോപണങ്ങളെക്കാൾ ഗൗരവമുള്ള രാജ്യം ഒറ്റയ്ക്ക് നിൽക്കേണ്ട സന്ദർഭം കൂടിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശ്രീ ഡിന്നി, ഇപ്പോൾ സാധാരണ നിലയിലുള്ള പരമ്പരാഗത യുദ്ധങ്ങൾ ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റുകളിൽ അതിൻ്റെ റിട്ടാലിയേഷൻ എന്നുള്ള നിലയിൽ ഉണ്ടാകാറില്ല. ഇപ്പോൾ ഇവിടെ തന്നെ സൂചിപ്പിക്കപ്പെട്ട ചില ഉദാഹരണങ്ങളുണ്ടല്ലോ. ഒക്ടോബർ 7 ആക്രമണം, ഇസ്രായേലിൽ നടന്ന ആക്രമണം, അതിനുശേഷം അതിനോട് ഇസ്രായേൽ വളരെ രൂക്ഷമായി പ്രതികരിച്ചു. അവിടെ തന്നെ ഹമാസ് എന്ന സംഘടനയുടെ, ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ, യഹ്യ സിൻവറിനെയും ഇസ്മായിൽ ഹനിയെയും അതുപോലെ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രള്ളയെയും ഒക്കെ ഇസ്രായേൽ ഓരോ ഓപ്പറേഷൻ വഴി അസാസിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ എന്നുള്ളത് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ സാധ്യമാവുന്ന ഒരു കാര്യമാണോ? അതിനപ്പുറത്ത് കുറെ കൂടി ടാർഗറ്റഡ് ആയിട്ട് ഇവിടെ ലഷ്കർ ഇ തോയ്ബയാണ് പ്രധാനമായി ഈ ആക്രമണത്തിന് പിന്നിൽ, അതിന് നല്ല ബോധ്യമുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ ലഷ്കർ ഇ തോയ്ബയെയും അതിന്റെ ഓഫ് ഷൂട്ട് സംഘടനകളെയും ടാർഗറ്റ് ചെയ്യുക, കുറെ കൂടി സ്പെസിഫിക് ആയി അതിലേക്ക് പോവുക എന്നുള്ളതായിരിക്കുമോ സ്വീകരിക്കാൻ സാധ്യതയുള്ള സ്ട്രാറ്റജി? ശ്രീ അഭിലാഷ്, അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്ന സ്ട്രാറ്റജി. ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത ആസ് ഓഫ് നൗ നമുക്ക് തോന്നുന്നത് വളരെ വളരെ കുറവാണ്. കാരണം അങ്ങനെ പോയോണ്ട് പാകിസ്ഥാന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കാരണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഇഷ്യൂവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇഷ്യൂവും രണ്ട് കണ്ടെക്സ്റ്റ് ആണ്.
കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് രണ്ടും ഒരു അങ്ങനത്തെ രീതിയിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫുൾ സ്കെയിൽ വാർ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എസ്കലേഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ എസ്കലേറ്ററി ലാഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം എസ്കലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാകിസ്ഥാൻ തിരിച്ച് അവരും എസ്കലേഷൻ ചെയ്യും. അങ്ങനെ എസ്കലേഷൻ ചെയ്ത് ചിലപ്പോൾ നമ്മൾ രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കാതെ തന്നെ ചിലപ്പം യുദ്ധങ്ങളിലൊക്കെ പോകുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളിൽ കൃത്യമായിട്ട് നമുക്കൊരു എന്താ പറയുക ഇന്ന നടക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഒരു അസസ്മെന്റിൽ ഭാരതത്തിന് ഈ ഓപ്ഷൻസ് ഷോർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഫുൾ സ്കെയിൽ വാറിൽ പോവാതെ അതിന് താഴെ നിൽക്കുന്ന പല ഓപ്ഷൻസ് ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ ഈ ബാലക്കോട്ടിലും കണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ഉരിയിലും കണ്ടത്, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിലും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിലുള്ള ഒരു വാറിന് പകരം മറ്റ് പല ഓപ്ഷൻസ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്ന ആണ് എനിക്ക് തോന്നുന്നു ആസ് ഓഫ് നോ. ബട്ട് ഫൈനൽ ഡിസിഷൻ മുകളിലത്തെ പൊളിറ്റിക്കൽ ഡിസിഷൻ തന്നെ ആയിരിക്കും ഫൈനലി എടുക്കാൻ പോകുന്നത്. യെസ്, ശ്രീ പി എം നാരായൺ, പാകിസ്ഥാൻ പക്ഷെ ഒരു യുദ്ധത്തിനൊക്കെ സന്നദ്ധമായ അവസ്ഥയിലാണ്. ഇപ്പോൾ സിംല കരാർ ഞങ്ങൾ മരവിപ്പിച്ചു എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ റട്ടറയ്ക്ക് എന്നുള്ളതിനപ്പുറത്ത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ദയനീയമല്ലേ? അവരെ സംബന്ധിച്ച് നോക്കൂ, അവരുടെ എല്ലാ ബോർഡറുകളും എല്ലാ അതിർത്തികളും അശാന്തമാണ്. അഫ്ഗാനിസ്ഥാനുമായി താലിബാനുമായി അവർക്ക് നല്ല ബന്ധമല്ല. ഇറാൻ ബോർഡർ അശാന്തമാണ്. ബലൂച്ച് വിമതർ വലിയ തോതിൽ അവർക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാക് താലിബാൻ വളരെ ശക്തമാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ സിവിലിയൻ ഭരണകൂടം ഷെഹബാസ് ഷെരീഫിന്റെ ഭരണകൂടവും വളരെ വീക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പിന്നെ അമേരിക്കയ്ക്ക് പഴയതുപോലെ താല്പര്യമില്ല. ചൈന പോലും അവർ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ധാരാളം പണം അവിടെ ചെലവഴിച്ചെങ്കിലും ചൈന പോലും പഴയതുപോലെ പാകിസ്ഥാനിൽ അത്ര ഇൻട്രസ്റ്റഡ് അല്ല എന്ന നിലയിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ ദുർബലമാണ്. ഈ വർത്തമാനം പറയുക എന്നുള്ളതിനപ്പുറത്ത് ഒരു യുദ്ധത്തിനൊക്കെ ഉള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടോ? ശരിയാണ് അഭിലാഷ് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് 2001-നും 2008-നും ശേഷം ഇന്ത്യ ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടെന്നും പാകിസ്ഥാൻ അതേ നിലയിൽ തന്നെ നിൽക്കുകയാണെന്നും നേരത്തെ സൂചിപ്പിക്കാനുള്ള കാരണം അതാണ്. ഇന്നത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്നത് വളരെ ദയനീയമാണ്. 26-ാമത്തെയാണ് IMF നിന്ന് ലോൺ എടുക്കുന്നത്. പാകിസ്ഥാൻ്റെ ഈ പടിഞ്ഞാറൻ മേഖല മുഴുവൻ വളരെ വയലൻ്റായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായിട്ടും ബലൂച്ചി ഭീകരരുടെ ആക്രമണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച. അതേപോലെ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റിലേഷൻ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീരെ കൺഡ്യൂസീവ് അല്ല ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോകാൻ. അത് ഒന്ന്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് പാകിസ്ഥാനെ ഒന്ന് മാറിപ്പിടിക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ. അപ്പം ആസിഫ് മുനീർ കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിലാണ് ഈ വളരെ പ്രൊവോക്കേറ്റീവായിട്ട്, അതായത് ഇന്ത്യക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല, കാശ്മീർ പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണെന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രൊവോക്കേറ്റീവായിട്ടൊരു പ്രസംഗം നടത്തുകയും അതിൽ നിന്നുള്ള ചില സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാ കാലത്തും പാകിസ്ഥാനെ ചേർത്ത് നിർത്തിയിരുന്നത് ഒരു ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഭയവും മാത്രമാണ്. ഈ ഇൻറ്റേർണൽ പൊളിറ്റിക്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഒരു തരത്തിൽ ഈ കാശ്മീരിലേക്ക് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് അതിലൊരു പരിധിവരെ നമുക്ക് വിജയിച്ചു എന്നും പറയാൻ പറ്റും. അതായത് ലോകരാജ്യങ്ങളിലൊന്നും കാശ്മീർ ഇത്രയും കാലം തലക്കെട്ടായിരുന്നില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അതായത് ആർട്ടിക്കിൾ 370-ക്ക് ശേഷം എനിക്ക് തോന്നുന്നില്ല ഇൻ്റർനാഷണൽ മീഡിയയിൽ കാശ്മീർ വീണ്ടും തലക്കെട്ടാവുന്നത് ഇത്രയും വൈകിയതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനൊരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു പൊളിറ്റിക്കൽ ഇക്കണോമിക് കണ്ടീഷനിൽ കൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഇനീഷ്യേറ്റീവ് എടുത്തൊരു യുദ്ധം ഉണ്ടാവുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത വളരെ കുറവാണ്. ഇത്തരത്തിൽ പറഞ്ഞ പോലെ ഈ വാർ ആയിട്ട് പ്രഖ്യാപിക്കുമെന്നെല്ലാം പറയുകയാണെങ്കിൽ പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും പാകിസ്ഥാൻ കിടക്കാൻ സാധ്യതയില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ ചോദിപ്പിക്കുക അതിനകത്ത്, അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ഒരു 10-60 വർഷമായിട്ട് പാകിസ്ഥാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു പരിപാടിയുണ്ട്. അതായത് ഇന്ത്യയെ 1000 മുറിവുകളുണ്ടാക്കി ചോരയൊലിച്ച് മരിക്കാൻ വേണ്ടി വിടുക എന്നുള്ളത്. ഇതേ തന്ത്രമാണ് ഇപ്പോൾ പലപ്പോഴും ഇന്ത്യ തിരിച്ച് പാകിസ്ഥാൻ്റെ മേലെ പ്രയോഗിക്കുന്നത്. അതിൻ്റെ ചില തെളിവുകളൊക്കെ നമുക്ക് ബലൂചിസ്ഥാനിലും അല്ലെങ്കിൽ ഖൈബർ പഖ്തൂൺഖയിലും പാകിസ്ഥാൻ്റെ മറ്റു വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും. ഇങ്ങനെ പാകിസ്ഥാനിലെ ഉള്ളിലുള്ള വൈരുദ്ധ്യങ്ങളെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും അതിനെ ചൂഷണം ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ മുതൽ മുടക്കമില്ലാതെ തന്നെ പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ രാജ്യത്ത് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ദുർബലമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം വരെ യഥാർത്ഥത്തിൽ
പാകിസ്ഥാന്റെ താരതമ്യേന ശാന്തമായ അതിർത്തി ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമുക്ക് വേണമെങ്കിൽ വൈരുദ്ധ്യം എന്ന നിലയിൽ പോലും പറയാൻ കഴിയുന്നത്. ഇവിടെ ശ്രീ KVS ഹരിദാസ്, ഇന്നിപ്പോൾ സർവകക്ഷി യോഗം നടന്നു. ദേശീയ താല്പര്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ കോൺഗ്രസ് എന്നോ BJP എന്നോ മറ്റു പാർട്ടികളെന്നോ ഉള്ള വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് മുഖ്യം. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യം എന്നുള്ളതല്ലല്ലോ. അതിനപ്പുറത്ത് രാജ്യത്തിന്റെ ആകെ താല്പര്യമാണ്. വിമർശനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമല്ലേ? BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തുമാത്രം വിമർശനങ്ങൾ നരേന്ദ്രമോദി തന്നെയും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമുണ്ടല്ലോ, ഇന്ത്യൻ സൈനികരുടെ തല പാകിസ്ഥാൻ അറുത്തെടുത്ത സംഭവം. അന്ന് BJP ഉന്നയിച്ച ക്രിറ്റിസിസം എന്തായിരുന്നു? പാകിസ്ഥാൻ ഇന്ത്യൻ സൈനികരുടെ തല വെട്ടുമ്പോൾ ഇന്ത്യ പാകിസ്ഥാന് ബിരിയാണി വെച്ചു കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററെ നേരിട്ട് ടാർഗറ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഇതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ് നടന്ന ഏറ്റവും വലിയ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായ സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് നടന്നിട്ടുള്ളത്. നോക്കൂ, മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ് 4 ദിവസത്തിനകം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. ഇവിടെ അങ്ങനെ രാജിവെക്കണമെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ അക്കൗണ്ടബിൾ ആകണമെന്ന് പോലും ആരും പറയുന്നില്ല. അല്ല അഭിലാഷ്, ഇതിൽ തർക്കിക്കാനും വഴക്കിടാനുമുള്ള സമയമല്ല ഇത്. ഇന്ത്യ ഒന്നിച്ച് നീങ്ങണം എന്ന നിലപാട് തന്നെയാണ് മോഡി ഗവൺമെൻറ്റിനുള്ളത്, BJPക്കുമുള്ളത്. പക്ഷേ അതിന് ആഗ്രഹമില്ലാത്ത ചില താല്പര്യക്കാർ വരുന്നു എന്നതാണ് പ്രശ്നം. പുറത്തൊന്ന് പറയുകയും അകത്ത് വേറെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രസ്താവനയെക്കുറിച്ച് സൂചിപ്പിച്ചു. അദ്ദേഹം സുരക്ഷാ വീഴ്ചയുണ്ടെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. വെറുതെ രണ്ട് കേരളത്തിലെ ചില നിക്ഷിപ്ത താല്പര്യമുള്ള ചാനലുകൾ അതിനെ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നതൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു സംശയമില്ല. അതിപ്പോൾ നിങ്ങൾക്ക് വളച്ചൊടിക്കാനുള്ള അവകാശം എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട്, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള അധികാരം BJPക്കുണ്ട്, അത് അവർ ചെയ്യട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇവിടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ്. അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവുമായിക്കോട്ടെ, ഇപ്പോൾ ലഡാക്കിലെ പ്രശ്നമൊക്കെ ഉന്നയിക്കുന്ന കേട്ടുകൂടെ. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം BJP സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല. 1 ഇഞ്ച് ഭൂമി. പണ്ട് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് ഇത് മുഴുവൻ ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തത്. അതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ലഡാക്കിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് കേണൽ ഡീനി. അദ്ദേഹത്തിന് എന്നേക്കാൾ നന്നായിട്ട് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. അല്ലാതെ ഇതിൽ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കരുത്. നമ്മൾ അതിർത്തി നിശ്ചയിക്കാൻ പോലും തയ്യാറായിട്ടില്ല. കാരണം അതിർത്തി നിശ്ചയിച്ചാൽ സംഘർഷമുണ്ടാകും എന്ന് പാർലമെൻറ്റിൽ പ്രസ്താവിച്ച ആളാണ് പഴയ AK ആന്റണി. അദ്ദേഹം പ്രതിരോധ മന്ത്രിയായ സമയത്ത്. പക്ഷേ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം അങ്ങ് അരുണാചൽ മുതൽ ഇങ്ങേയറ്റം വരെ ഈ ചൈനീസ് അതിർത്തിയിൽ റോഡ് നിർമ്മിച്ച് നമുക്കിന്ന് ട്രാഫിക്കബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കി, സൈനികർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി, മോട്ടോറബിൾ റോഡ്സ് ഉണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അതിർത്തി സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതേ സമയത്ത് നമ്മുടെ മേലേക്ക് തലയിട്ട് ആക്രമിക്കാൻ വന്നാൽ ഒരു തരത്തിലും നമ്മൾ ആ സമയത്ത് നമ്മൾ മുഴുവൻ ജനതയും, രാജ്യത്തെ മുഴുവൻ ജനതയും ഒന്നിച്ചു നിർത്തും. പറയൂ രാജു പറഞ്ഞോട്ടെ സാറില്ല. ചോദ്യമാണ് ബഹുമാനപ്പെട്ട ശ്രീ KVS ഹരിദാസ്, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഒരൊറ്റ ചോദ്യമേ. ഗാൽവനിൽ ഇന്ത്യൻ സൈനികർ 20 പേര് കൊല്ലപ്പെട്ടത് ഇന്ത്യൻ അതിർത്തിക്കകത്താണോ ചൈനയുടെ അതിർത്തിക്കകത്താണോ? അങ്ങ് ഇത് മാത്രം ഒന്ന് വ്യക്തമാക്കിയാൽ മതി. ഞാൻ ആവർത്തിച്ചല്ലോ, നമ്മുടെ അതിർത്തിക്കുള്ളിലേക്ക് ചൈന ഒരു കാലഘട്ടത്തിലും വന്നിട്ടില്ല, വരാൻ കഴിയുകയുമില്ല. ഒരു ഭാഗത്ത് അവർ ശ്രമം അങ്ങനെയാണെങ്കിൽ ഗുരുതരമായിട്ടാണ് അഭിലാഷ്, അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ ആരോപണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൈനയുടെ അതിർത്തി നമ്മൾ ലംഘിച്ചു എന്നാണ് പറയുന്നത് BJP പദ്ധതി. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ബഹളം കൂട്ടല്ലേ, പൂർത്തിയാക്കട്ടെ. പഴയ കാലത്ത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യൻ അതിർത്തി കടന്ന് ചൈന വന്നപ്പോഴൊക്കെ ചൈന അവിടെ അടിത്തറ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു പോയിട്ടില്ല. രാജു പി നായരെ, നിങ്ങളുടെ കാലത്ത് ഇന്ത്യയിലേക്ക് ചൈനീസ് പട്ടാളം വന്നപ്പോൾ ആ ഭൂമി മുഴുവൻ അവർ സ്വന്തമാക്കി. മോഡിയുടെ കാലത്ത് അവർ കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്.
നമ്മൾ ഈ സമയത്ത് തർക്കിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം 2020 ചൈന ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് നോക്കൂ കയറി വരികയും 2024 പ്രധാനമന്ത്രിയും ചൈനീസ് പ്രീമിയറും ഒക്കെ ചർച്ചകളൊക്കെ നടത്തി സെക്രട്ടറി തല ചർച്ചകൾക്ക് ശേഷം ഒക്ടോബർ 2024 ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയും ഇന്ത്യയും ചൈനയും ഡീഎസ്കലേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചൈനീസ് പട്ടാളക്കാർ തിരികെ പോവുകയും ചെയ്തത്. ചൈനീസ് പട്ടാളക്കാർ 2020 ഇങ്ങോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ പിന്നെ അവർ ഇറങ്ങിപ്പോവില്ലല്ലോ. അവർ പിന്മാറിയത് പിന്നീടാണ് ഗാൽവൻ വാലിയിൽ നിന്ന്. അഭിലാഷേ ഞാൻ പറഞ്ഞ കേക്ക് അതുകൊണ്ട് അല്ല അഭിലാഷേ ഞാൻ പറഞ്ഞത് അത് വിശദീകരിക്കാൻ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ് കേണൽ ഡിനി. അദ്ദേഹം ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാരുടെ കാലത്ത് ചൈന എവിടെയൊക്കെ കയറി വന്നിട്ടുണ്ടോ അവരുടെ കീഴിലായിരുന്നു ആ സ്ഥലം മുഴുവൻ പിന്നീട്. പക്ഷേ മോഡിയുടെ കാലത്ത് അവർ കയറി വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അല്ലാതെ നിങ്ങൾ 38,000 സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് രാജു പി നായരെ ചൈനയ്ക്കും പാകിസ്ഥാനും എഴുതി കൊടുത്തത്. 38,000 സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലം മോഡി ഗവൺമെന്റ് ഒരു ഇഞ്ച് ഭൂമി കൊടുത്തിട്ടില്ല. അവർ സംശയമുണ്ട് ആ കാര്യത്തിൽ. ശരി, എന്നെ സംബന്ധിച്ച് ഇപ്പോൾ മോഡിയുടെ ഇന്ത്യ, വാജ്പേയിയുടെ ഇന്ത്യ, ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ എന്നൊന്നുമില്ല. നമ്മൾ ഇന്ത്യ എന്നുള്ള നിലയിൽ ഒറ്റ രാജ്യമാണ്. പക്ഷേ രാജു പി നായർ, ഇപ്പോൾ നമ്മളൊരു ഭീകരാക്രമണം ഉണ്ടാവുമ്പോൾ അതല്ലെങ്കിൽ രാജ്യത്തിന് മുറിപ്പെടുമ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യുന്ന കാര്യം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായപ്പോൾ അന്നത്തെ ജനസംഘവും പ്രതിപക്ഷവും ഒക്കെ ഇന്ദിരാഗാന്ധിയുടെ കൂടെയായിരുന്നു. കാർഗിൽ യുദ്ധം വാജ്പേയിയുടെ കാലത്തുണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷം അതിനെ പിന്തുണയ്ക്കുകയാണ്. ഇത് സ്വാഭാവികമായും ഒരു ദേശരാഷ്ട്രം എന്നുള്ള നിലയിൽ വിദേശത്ത് നിന്ന് ആക്രമണങ്ങൾ വരുമ്പോൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷ വെല്ലുവിളിക്കപ്പെടുമ്പോഴൊക്കെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ പൈതൃകവും. അപ്പോൾ വീഴ്ചകളൊക്കെ ഉണ്ടാവും, ഒരു സർക്കാരല്ലേ. അതിനപ്പുറത്ത് ഈ സമയത്ത് വിമർശനങ്ങൾ എണ്ണിപ്പറഞ്ഞ് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ? അഭിലാഷ, ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പ്രശ്നം എന്നറിയോ, നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം ഈ കാലത്ത് നടന്നിട്ടുള്ള മുഴുവൻ ആക്രമണങ്ങളെ സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാവുന്നില്ല എന്നാണ്. നോക്കൂ, പുൽവാമ ആക്രമണം ഉണ്ടായ കുറച്ചു പേരെ 12ഓളം പേരെ അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പുൽവാമ ആക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തെ യോജിപ്പിക്കാൻ കഴിയുന്ന, ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരൊറ്റ ഡോസിയർ ഈ രാജ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഒരൊറ്റ ഡോസിയർ ഉണ്ടായി. പുൽവാമ ആക്രമണത്തിൽ ആരാണ് ഉത്തരവാദി എന്ന് ഇനി വരുംകാലം ചോദിച്ചാൽ അത് പറയാൻ ഒരൊറ്റ തെളിവ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉറിയും പത്താൻകോടും നടന്ന ആക്രമണത്തെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ പങ്ക് വെളിവാക്കാൻ കഴിയുന്ന എന്തെങ്കിലും നടപടി ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ വരുന്ന ഈ ആക്രമണങ്ങളെ നമ്മൾ എല്ലാവരും ചേർന്ന് എതിർക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള പോരായ്മകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കണ്ടേ? ഇവരെപ്പോഴും ഡിനൈലല്ലേ. ഇപ്പൊ എന്താ പറയുന്നത്? ചൈന ഒരൊറ്റ ഇന്ത്യയുടെ പട്ടാള മേധാവി പറഞ്ഞു ചൈന ഇന്ത്യയുടെ രാജ്യത്തിനകത്ത്, ഇന്ത്യയുടെ മണ്ണിനകത്ത് ഇരിക്കുകയാണ്. അവർ ഗ്രാമങ്ങൾ ഉണ്ടാക്കി, അവരവിടുത്തെ പട്ടണങ്ങളുടെ പേര് മാറ്റി. ചൈനയുടെ രീതിയാണ്. അവർ കടലിനകത്ത് വരെയുള്ള പോയിന്റുകളുടെ പേര് മാറ്റും. കാരണം ചരിത്രത്തിൽ പിന്നെ ഇത് ചൈനയുടെ ഭാഗമായിരുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കാൻ ഇതിനെ ഒന്നും കാണാതെ അവർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ ഞങ്ങൾക്കെന്താ എന്ന് പറയുന്ന സമീപനം എടുക്കാൻ കഴിയുമോ? ഈ രാജ്യത്ത് ഇന്ന് മുഴുവൻ ചൈനയുടെ സ്വാധീനമായിട്ട് രാജ്യം വലയപ്പെട്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെയുള്ള വെല്ലുവിളി അത് ഉയരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നേരിടുമ്പോൾ തന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായും ഇതിനകത്ത് ഭരണപരമായും ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർണ്ണയിക്കപ്പെടേണ്ടതും അത് ബോധ്യപ്പെടുത്തേണ്ടതും പ്രതിപക്ഷത്തിന്റെ കടമ തന്നെയാണ്. ഞങ്ങൾ അപ്പോൾ ഇപ്പൊ ഇദ്ദേഹം ആ കൊല്ലപ്പെട്ടവരുടെ ചുതയടഞ്ഞിട്ടില്ല. അതിനുമുമ്പ് രാഷ്ട്രീയം പറയുന്നു പറഞ്ഞല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് എവിടെയായിരുന്നു? ഈ പറയുന്ന 26 പേരുടെ ശവസംസ്കാരം നടന്നിട്ടില്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? ബീഹാറിൽ പോയി രാഷ്ട്രീയ പ്രസംഗം നടക്കുകയായിരുന്നില്ലേ? വോട്ട് നേടുകയായിരുന്നില്ലേ? അപ്പൊ എന്താ പ്രതിപക്ഷം മാത്രമാണോ? ഇവർ കാണിക്കുന്ന മുഴുവൻ തോന്നിയാത്തരും മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്ന സഹകരണമെങ്കിൽ അത് സാധ്യമല്ല. ഈ രാജ്യത്ത് പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടാവുമ്പോൾ അത് തുറന്നു കാണിക്കേണ്ടത് ദേശസ്നേഹമാണ്. ഞങ്ങളുടെ ദേശസ്നേഹമാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. കാരണം ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീർ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്ക് മുഴുവൻ ആര് ഉത്തരവാദിത്തം ഏറ്റെടുത്തു? ആർക്കെതിരെ നടപടിയെടുത്തു? പട്ടാളത്തിനകത്ത് പോലും നടപടി ഉണ്ടായിട്ടില്ല. ഇതിനെയെല്ലാം ഒരു ക്രിമിനൽ കേസിന്റെ ലാഘവത്തോടുകൂടി ആ ചർച്ചകൾ കഴിയുമ്പോൾ തീർക്കുകയാണ്. അല്ലെങ്കിൽ KVS ഹരിദാസ് പറയട്ടെ, ഈ പാകിസ്ഥാനെതിരെ പുൽവാമ ആക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്കിനെ സംബന്ധിച്ച് എന്ത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എന്ത് നടപടിയെടുത്തു? നിങ്ങളിത് പറ.
ചൈന നടത്തുന്ന ആക്രമണത്തിനെതിരെ അല്ലെങ്കിൽ ചൈന നമ്മുടെ പ്രദേശം കൈമാറുന്നതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ മിണ്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയില്ലേ? 1 ഇഞ്ച് പോലും അകത്ത് കയറിയിട്ടില്ല എന്ന്. 1 ഇഞ്ച് പോലും ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് ചൈന കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങ് ചോദിച്ച അഭിലാഷ് ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് പിന്നെ ഡീഎസ്കലേഷന്റെ ചർച്ചകൾ നടന്നു എന്നുള്ളതും 20 സൈനികർ എവിടെ വെച്ചാണ് മരണപ്പെട്ടത് എന്നുള്ളതും ചോദ്യമാണ്. അതിന് KVS ഹരിദാസ് അതിന്റെ എന്താ പറയാ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് അതിന് ഉത്തരം പറഞ്ഞെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ശ്രീ KVS ഹരിദാസ്, നമ്മൾ ചൈനയുടെ അതിർത്തി ലംഘിച്ച് അപ്പുറത്ത് പോയിട്ടാണ് 20 പട്ടാളക്കാർ കൊല്ലപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം ശരി, ഞാനും ഹരിദാസ് മാഷ് പറയുന്നത് വലിയ അന്താരാഷ്ട്ര ചർച്ചയൊന്നും ആവില്ല. പക്ഷെ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് നമ്മൾ ഇരുന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്വമുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കണം. ചൈന ഇന്ത്യക്കകത്ത് കയറി എന്നുള്ളതും അവിടെ ഉണ്ടായ സംഘർഷത്തിൽ 20ഓളം പേരെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതും വിഷ്വലുകൾ ഉൾപ്പെടെ തെളിയിക്കപ്പെട്ടതല്ലേ? എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ഇന്ത്യൻ മണ്ണിനകത്തേക്ക് കാല് കുത്തിയിട്ടില്ല. പിന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ പോയി പാകിസ്ഥാനെതിരെയും ചൈനക്കെതിരെയും എന്തു പ്രതിരോധം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിക്കും? ശരി, ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ സ്വാധീനം വെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ കാണരുത്. ശരി, ഇത് കേവല രാഷ്ട്രീയത്തിന്റെ വിഷയമേ അല്ല. ഞാൻ ആ രണ്ടുപേരിലേക്ക് വരാം. ഇവിടെ കേണൽ ഡിന്നി, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കുറേ അധികം അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഒന്ന്, നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സേനാവിന്യാസം ഉയർത്തുന്നു. റാവൽപിണ്ടിയിൽ അവരുടെ സൈനിക ആസ്ഥാനത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വ്യോമസേനയും ഒരു ഓപ്പറേഷൻ ആക്രമൺ എന്ന പേരിട്ട് ഒരു പരിശീലനം നടത്തുന്നു. വ്യോമസേന പരിശീലനം നടത്തുന്നു. നമ്മൾ പകൽ ഇന്ത്യയുടെ നാവികസേനയുടെ പരിശീലനം കണ്ടതാണ്. ഇതൊക്കെ സാധാരണ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഒരു ശക്തി പ്രകടനം, നമ്മൾ മസിൽ ഫ്ലക്സ് ചെയ്യുക എന്ന് പറയുന്ന ആ നിലയിലാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത്? അതോ ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുന്നതിന്റെ മുന്നോടിയാണോ? നോക്കൂ ശ്രീ അഭിലാഷ്, ഇങ്ങനെ ഒരു വിഷയം വരുമ്പം സാധാരണ രീതിയിൽ ഒരു ഹൈ സ്റ്റേറ്റ് ഓഫ് അലേർട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും. അതായത് എല്ലാ ഓപ്പറേഷണലി നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഓരോ ടാസ്കും, ഓരോരുത്തർക്കും ഓരോ ട്രെയിനിങ്ങും, ഓരോരുത്തർക്കും ഓരോ രീതിയിലൊക്കെ ഉള്ള പോസ്ചറിങ് ഒക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ പാകിസ്ഥാൻ ഏറ്റവും നല്ല ഇനിഷ്യേറ്റേഴ്സും ഏറ്റവും ചീത്ത ഫിനിഷേഴ്സാണെന്ന് പറയും. അതായത് അവർ തുടക്കം വളരെ ഗ്രാൻഡായിട്ടാണ് എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എങ്ങനെ അവസാനിപ്പിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ്. അവസാനിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് എപ്പോഴും. ആൻഡ് അതിന് ഏതൊരു യുദ്ധം നോക്കിയാലും ശരി, അത് 48 ആയാലും ശരി, 65 ആയാലും ശരി, 71 ആയാലും ശരി, ഇനി കാർഗിൽ ആയാലും ശരി, ഈ പുൽവാമ, ഉറി സ്ട്രൈക്ക്, ഇതെല്ലാത്തിലും തുടങ്ങുന്നവരാണ്, പക്ഷെ ഫിനിഷ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു വിഷയം ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു മെസ്സേജിങ് കൂടാണ്. അതായത് നമ്മളും റെഡിയാണ്. അതായത് നമ്മളും എല്ലാ തലത്തിലുള്ള കാര്യങ്ങളും നമ്മളും ചെയ്യുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ഒന്ന് ഗസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അത് ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അതൊരിക്കലും നമ്മൾ പുറത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്കറിയാം, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അത് അറിയണമെന്നുണ്ട്, എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് എല്ലാം ഇൻഫർമേഷനും കിട്ടണമെന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർപ്രൈസ് പോയി. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ അത് വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുൽവാമ കഴിഞ്ഞിട്ട് ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തു. ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തിട്ട് വായുസേന ചീഫാണ് പറഞ്ഞത്, എയർ ചീഫ് മാർഷൽ ധനുവായാണ് വന്ന് പ്രസ് മീറ്റിൽ അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഇത്ര വായുസേന ഇത്ര എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ഇന്ന സ്ഥലത്ത് പോയി ടാർഗറ്റ് ചെയ്തു എന്ന് അദ്ദേഹത്തിന് ചോദിച്ചു. അപ്പം പിന്നീട് അദ്ദേഹത്തിനടുത്ത് ആരെങ്കിലും പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് നമ്മൾ പറയുക? ഇനി വായുസേന ചീഫിനെ കാട്ടി മേളിൽ വേറെ ആരും ഇല്ലല്ലോ നമ്മൾ. അപ്പം അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം എന്താ പറയുക, ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, കൂടുതൽ ഒരു രീതിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അതിനകത്ത് ചോദ്യങ്ങൾ വേണം, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു സ്പേസും കൂടെ വേണം എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. കാരണം എല്ലാം നമ്മൾ ഇപ്പം തന്നെ അറിയാൻ വേണ്ടിയുള്ള രീതിയിൽ, കാരണം ഭാരതത്തിൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവാണ്, ലോട്ട് ഓഫ് സ്പെക്കുലേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ആക്ച്വലി നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. കാരണം അതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ ഫെയിലാന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും. യെസ്, ശ്രീ PM നാരായണൻ, ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊസിഷൻ എന്തായിരിക്കും? പാകിസ്ഥാനെ സംബന്ധിച്ച് പഴയ ഒരു സ്ട്രാറ്റജിക് പങ്കാളി എന്നുള്ള നിലയിലുള്ള റോൾ
ഇല്ല. അതിപ്പോൾ ചൈനയുടെ കാര്യത്തിലായാലും അമേരിക്കയുടെ കാര്യത്തിലായാലും ഇല്ല. എന്ന് മാത്രമല്ല, പണ്ടൊക്കെ അമേരിക്കയിലെ വലിയ ഡിഗ്നിറ്ററീസ് വരുമ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുമിച്ചാണ് സന്ദർശനം നടത്തുക. ഇപ്പോൾ JD വാൻസും ഉഷ വാൻസും കൂടി ഇന്ത്യയിൽ വന്നു. പാകിസ്ഥാൻ അവരുടെ ഈ ടൂർ പാക്കേജിൽ ഇല്ല. ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. ഇന്ത്യക്കാണ് വലിയ പ്രാമുഖ്യം കിട്ടുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ ഒരു അവസരം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയാണ് എന്ന് വ്യക്തമാക്കാൻ ഉപകരിക്കുന്ന ഒരു ഇൻസിഡന്റായി മാറുമോ? തീർച്ചയായിട്ടും. അതായത് ഒരു കാലത്തുണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ളൊരു ഡീഹൈഫനേഷൻ. അതിൽ നിന്ന് മാറി കുറച്ചു കാലം അത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നുള്ളതായി മാറുകയും ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മേഖലയിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതിനുള്ളൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാനിൽ താല്പര്യം കുറയുകയും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ആയിരുന്നു അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വഴി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അമേരിക്ക അഫ്ഗാനിസ്ഥാനെ ഉപേക്ഷിച്ചതോടുകൂടി അവിടേക്കുള്ള വഴിയും ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല, പ്രത്യേകിച്ചും ജിയോ പൊളിറ്റിക്സിൽ. പക്ഷേ ഇന്ത്യക്ക് മേലെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം അതിൻ്റെ സാമ്പത്തിക രംഗത്ത് അതിൻ്റെ റിഫ്ലക്ഷൻസാണ് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വാൻസ് വന്നതും അതേപോലെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നുള്ള നേതാക്കൾ ഇവിടെ വരുന്നത് ഈ ജിയോ പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ അതിൻ്റെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാധ്യതകളെ അന്വേഷിച്ചുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരു 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 മിത്രം എന്ന് പറയാവുന്നത് ചൈന മാത്രമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഡിഫൻസിന്, അതായത് ഇന്ത്യക്കെതിരെ ഒരു പ്രതിരോധം നടത്താനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ചും ഈ മാറിയ ലോക സാഹചര്യത്തിൽ. കാരണം ചൈനയ്ക്കും ഒരുപാട് റിസ്ക് ഉണ്ട് ഇക്കാര്യത്തിൽ. ഇപ്പം ചൈന തന്നെ ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായെല്ലാം കൂടുതൽ സഹകരണത്തിനും ഇന്ത്യയുമായി പോലും കൂടുതൽ സഹകരണത്തിനുള്ള വാതിലുകളൊക്കെ തുറന്നിടാനുള്ള ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പാകിസ്ഥാൻ ചൈന ആക്സിസ് രൂപപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് വേണ്ടി തന്നെ യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് നോക്കുകയാണെങ്കിലും ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പം ഈ G20 രാജ്യങ്ങളെല്ലാ അംബാസഡർമാരെയും വിളിച്ചിട്ട് നമുക്ക് കയ്യിലുള്ള തെളിവുകൾ അവർക്ക് മുമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് തന്നെ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ട്രംപിൻ്റെയും പുട്ടിൻ്റെയും രണ്ട് രാഷ്ട്ര നേതാക്കൾ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്ന വളരെ അപൂർവ സന്ദർഭങ്ങളാണ് ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ സപ്പോർട്ടിൻ്റെ വലിയൊരു അംബ്രല്ല ഇന്ത്യക്ക് മേലെയുണ്ട്. അത്രയും വലിയൊരു കവറേജ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. KVS ഹരിദാസ്, തീർച്ചയായിട്ടും അന്താരാഷ്ട്ര വിഷയങ്ങൾക്കും അതിർത്തിയിലെ വിഷയങ്ങൾക്കുമൊക്കെ ആഭ്യന്തരമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നിശ്ചയമായും ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ കശ്മീർ സമാധാനത്തിലാണെന്നും കശ്മീരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് വിദേശ ശക്തികളാണെന്നും പ്രൂവ് ചെയ്യാനുള്ള സുവർണാവസരമാണ്. അതേസമയം തന്നെ നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള യൂഫോറിയ, ജിങ്കോയിസം ആഭ്യന്തരമായി ഉണ്ടാക്കാൻ പറ്റുന്ന സുവർണാവസരവുമാണ്. ഏതവസരമായിരിക്കും ഉപയോഗിക്കുക? അല്ല, മോഡി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് തന്നെയാണ് പ്രധാനം. അതിനപ്പുറത്തേക്ക് വേറെ എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അത് സെക്കൻഡറിയാണ്. രാജ്യത്തിൻ്റെ താല്പര്യമാണ്, രാജ്യത്തിൻ്റെ ആത്മാവിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ള മോഡിയുടെ പ്രസ്താവനയിൽ തന്നെ അതുണ്ട്. പിന്നെ രണ്ടാമത്തെ, ഞാൻ ശ്രീ നാരായണൻ അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങാൻ തോന്നുന്നു. എനിക്ക് തോന്നിയത് ഇന്നിപ്പോൾ ഗ്ലോബലി പാകിസ്ഥാൻ്റെ ഒപ്പം ആരാ ഉള്ളത്? പഴയ കാലത്ത് യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഇസ്ലാമിക് കൺട്രീസൊക്കെ ഒന്നിച്ച് അണിനിരക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരോടൊപ്പം. ഇന്നിപ്പോൾ സൗദി അറേബ്യ, UAE, ഖത്തർ, ജോർദാൻ രാജാവ് ഇന്ന് മോഡിയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇസ്ലാമിക് നേഷൻസ് മുഴുവൻ ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പമാണ്, ഇന്ത്യക്കൊപ്പമാണ്. വേറൊന്നുകൂടി നമ്മൾ കാണണം, G7-ലും G20-ലും ഒക്കെ നരേന്ദ്രമോദിക്കുള്ള ഒരു മാസ് അപ്പീലില്ല, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പില്ല. ഇന്ന് അവർക്ക് ആ നയതന്ത്ര ബന്ധങ്ങളിൽ മോഡി ഉയർന്നു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പഴയ കാലത്ത് ഇന്ത്യ അല്ല ഇന്നുള്ളത്. നാരായണൻ തന്നെ സൂചിപ്പിച്ചു. ഒരു നയതന്ത്ര തലത്തിൽ നോക്കിയാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് ഇന്ത്യക്കുണ്ടായ ഒരു വർദ്ധിത അംഗീകാരമുണ്ടല്ലോ, അതൊക്കെ ഈ വേളയിലേക്ക് ഇന്ത്യക്ക് അനുഗ്രഹമായിട്ട് മാറും, ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറും. ഈവൻ ചൈനയ്ക്ക് പോലും. ഇപ്പോൾ ചൈന
എന്തെല്ലാം നിലപാടുകൾ നമുക്കെതിരായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ ചൈനയ്ക്ക് പോലും പാകിസ്ഥാനൊപ്പം നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് കാര്യമില്ലെന്ന് ചൈനയ്ക്കും അറിയാം. കാരണം അവനൊരു കച്ചവട മനസ്ഥിതിയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു കാരണവശാലും ഈ വേളയിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടൊരു നിലപാടെടുക്കാൻ തയ്യാറാകുമെന്ന് കരുതിക്കൂടാ. കാരണം ആ നിലത്തിലുള്ള ഒരു നയതന്ത്ര ഒരു കെട്ടുപാടുണ്ടാക്കാൻ ഇന്ത്യക്ക് ഇന്ന് കഴിയും. അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. അതിപ്പോൾ വ്യക്തിയുടെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇന്ത്യ അത്രമാത്രം നയതന്ത്ര തലത്തിൽ ലോക രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്നു. അത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും അഭിമാനം തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നത് മാത്രമേ ഉള്ളൂ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ പോയിന്റ് പ്രൂവ് ചെയ്യാനുള്ള ഒരു സുവർണാവസരം കൂടിയാണ്. എന്ത് നടപടികൾ ബാക്കി എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും. നമസ്കാരം.